തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കോൺഗ്രസ് അല്ലെ UDF മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുമെന്നുള്ള കാര്യം. ഇപ്പോൾ അതിൽ ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട്. അതായത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പറഞ്ഞു പറ്റിക്കലല്ലേ നടന്നത്? പറഞ്ഞു പറ്റിക്കൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നായിരുന്നു പറഞ്ഞത്. അപ്പം പക്ഷെ ഇതിനകത്ത് പറഞ്ഞു പറ്റിച്ച ആൾക്കാര് എനിക്ക് തോന്നുന്നു KC വേണുഗോപാലും ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. KC വേണുഗോപാൽ, രമേശ് പിഷാരടി ഇവരെല്ലാം കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബസ്സിനകത്ത് KSRTC ബസ്സിൽ കയറുന്നു. അപ്പോൾ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്ത് പോകുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് KC വേണുഗോപാൽ പറഞ്ഞ് നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യ യാത്രയായിരിക്കും. എന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ തൃശ്ശൂർ വരെ പോകുന്നതിന് ഇപ്പോൾ എത്രയാണ്? അപ്പോൾ അത് പാലക്കാട് ടു തൃശ്ശൂരാന്ന് തോന്നുന്നു. അപ്പോൾ അവർ എത്ര തുക പറഞ്ഞു? 100-ലധികം രൂപയാണ് വരുന്നത്. അപ്പം ഇനിയും മുതൽ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യം, നിങ്ങൾക്ക് വിനോദയാത്രയൊക്കെ പോവാം ബസ്സിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സാധാരണക്കാരുടെ വോട്ട് പിടിച്ചു. സ്ത്രീകളുടെ വോട്ട് വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. കാര്യം നമ്മുടെ കേരളത്തിലെ വോട്ടിന്റെ പാറ്റേൺ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ആ സ്ത്രീ വോട്ടർമാരെ നന്നായിട്ട് പരിഗണിക്കാൻ സാധിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ഈ എന്താ പറയാ ആശാവർക്കർമാർ, അവരുടെ പ്രതിഷേധം, ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം തെറ്റിദ്ധാരണാജനകമായ പ്രതീതികൾ കാരണം ആ വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഉറപ്പാണ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ധവളപത്രം കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം ഈ പറയുന്ന KSRTCയിലെ സൗജന്യ യാത്രയെ കുറിച്ചുകൊണ്ട് പരിശോധിക്കാൻ. അപ്പോൾ ഒരു ഓർഡിനറി ബസ്സിന് ലിമിറ്റ് ഉണ്ട്. അത് ഇത്ര കിലോമീറ്റർ എന്നുള്ള പറയുന്ന ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ ഒരു ഓർഡിനറി ബസ് ഓടില്ല. ഇപ്പം അതിൽ കൂടുതലൊന്നും പോകില്ല. അപ്പം അല്ലെങ്കിൽ അത് ലിമിറ്റഡ് സ്റ്റോപ്പുകളായിരിക്കണം. അല്ലാതെ ഒരു ഓർഡിനറി ബസ് ഇപ്പം അതിനൊരു ദൂരപരിധി വെച്ചിട്ടുണ്ട്. ആ ദൂരപരിധിക്കുള്ളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അതായത് അതിന്റെ ദൂരപരിധി ഇപ്പോൾ ഒരു 50 രൂപയായിരിക്കും പരമാവധി ഒരു ദിവസം ഒരാൾക്ക് ലാഭിക്കാൻ കഴിയുന്നത്. ഒരു വൺ സൈഡ് ടിക്കറ്റ് എന്നുള്ള നിലയിൽ 50 ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പം അത്രയും പരമാവധി ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ലാഭിക്കാൻ കഴിയും. ഓർഡിനറി ബസ്സിൽ പോയിട്ട് മാത്രം യാത്ര ചെയ്തുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊണ്ട് ഗുണമുണ്ടാകുമോ എന്നുള്ള കാര്യം വലിയ സംശയത്തോടു കൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സിറ്റിയിൽ ഇറങ്ങിയിട്ട്, ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്ന ഒരാളെ സംബന്ധിച്ച് തിരുവനന്തപുരം സിറ്റിയിൽ ഇറങ്ങിയിട്ട് അവർക്ക് ആ സിറ്റി ലിമിറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓർഡിനറി ബസ്സുകൾ വളരെ സൗകര്യപ്രദം അത് തന്നെയാണ്. എന്നാൽ നമുക്കറിയാവുന്ന പോലെ ഓർഡിനറി ബസ്സിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഓർഡിനറി ബസ്സിനെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. സിറ്റി ലിമിറ്റിനകത്ത് തന്നെ വരുന്ന ട്രാഫിക് ബ്ലോക്കുകൾ പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന സ്റ്റോപ്പുകളുടെ എണ്ണം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് സിറ്റി ലിമിറ്റിനകത്ത് സ്റ്റോപ്പുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ KSRTCയുടെ ലോക്കൽ ബസ്സുകളെ ആശ്രയിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു 30-35 കിലോമീറ്ററിനുള്ളിൽ പോയി യാത്ര ചെയ്ത് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു 30 കിലോമീറ്ററൊക്കെ എങ്ങനെയാണ് പിന്നെ ഒരു ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യുക? വലിയ പാടാണ് 30 കിലോമീറ്റർ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളെ ആശ്രയിക്കും. 30 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു KSRTCയുടെ ലോക്കൽ ബസ്സിന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉണ്ട്. 1.5 മണിക്കൂറൊക്കെ പിന്നെ സൗജന്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നടക്കില്ല. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇനിയിപ്പം വിനോദയാത്ര പോകാൻ പറ്റൂ? ഇല്ല. അത് വെറുതെ കൊടുത്ത വാഗ്ദാനമല്ലേ. വിനോദയാത്രയ്ക്ക് പോകാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ധവളപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു. ധവളപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC എന്ന് പറഞ്ഞാൽ. പക്കാ നഷ്ടത്തിലാണ്. അപ്പോൾ ആ നഷ്ടത്തിൽ പോകുന്ന ആ ഒരു സാധനത്തിനെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ട് പോരുക എന്നുള്ളതല്ലേ ഇപ്പം CP ജോണിനെ പോലെ ഒരു മന്ത്രിക്ക് ചിന്തിക്കാൻ കഴിയുക. അതിനെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തുത. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞ പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ്. കാരണം അവിടെ ജനത്തിന് കൊടുക്കുന്നത് സേവനമാണ്. അപ്പോൾ സേവനം കൊടുക്കുന്ന സാഹചര്യത്തിൽ അവരോട് നിർബന്ധ ബുദ്ധിയോ ഞങ്ങൾക്ക് ലാഭം കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ട് പോകൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പം മറ്റു സ്ഥാപനങ്ങളെ പോലെയല്ല. KSRTCയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ മെഷീനുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് KSRTCയിൽ. കാരണം വാഹനമാണ്, അത് ഓടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളുണ്ട്. ഇപ്പം ഒരു ബസ് വെറുതെ ഓടില്ല. അതിന് നമ്മൾ VD സതീശൻ പറഞ്ഞ പോലെ തന്നെ VD സതീശൻ കുട്ടികളോട് പറഞ്ഞ പോലെ തോക്കെടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ തന്നെ പൊട്ടൂലല്ലോ. അപ്പോൾ ആരെങ്കിലും എടുത്ത് പൊട്ടിക്കണ്ടേ എന്ന് പറയുന്ന പോലെ ഒരു ബസ് തനിയെ ഒരിടത്ത് കിടന്നു എന്നും പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നില്ല. അപ്പോൾ ഒരാൾ കയറി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനകത്ത് ഫ്യൂവൽ ഉണ്ടാവണം. ആ ഫ്യൂവല് വെറുതെ കിട്ടില്ല. ഡീസലിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂവല് നിറച്ചിട്ട് അപ്പം ഫ്യൂവല് നിറച്ചിട്ടു എന്നും പറഞ്ഞിട്ട് വണ്ടി ഓടൂല. ഒരു ഡ്രൈവർ വേണം. ആ ഡ്രൈവർ വേണം, ആ ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വേണം. അപ്പോൾ രണ്ട് തൊഴിലാളികളുടെ ശമ്പളമായി അവിടെ.
രണ്ട് തൊഴിലാളികളുടെ ശമ്പളമായി ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ ഓടുന്ന ബസ്സാണെന്നുണ്ടെങ്കിൽ 30 കിലോമീറ്റർ ഇപ്പോഴത്തെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ബസ്സിന് 5 കിലോമീറ്റർ ഒക്കെ മൈലേജ് ഉണ്ടാവുള്ളൂ. അപ്പം 30 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടുള്ള ഡീസൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ യാത്രക്കാർ കയറി വണ്ടി പോകുന്നു. ഇത് കൂടാതെ ഈ 30 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു ദിവസം ഈ വണ്ടി 30 കിലോമീറ്റർ അല്ല ഓടുന്നത്. ഒരു ബസ് രാവിലെ എടുത്തു കഴിഞ്ഞാൽ 30 കിലോമീറ്ററിന്റെ പല ട്രിപ്പുകൾ നടക്കും. അപ്പോൾ ആ പല ട്രിപ്പുകൾ നടക്കുമ്പോൾ ആ ട്രിപ്പുകൾക്കെല്ലാം എന്ത് വേണം? വണ്ടിയെ ടയർ തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എഞ്ചിൻ ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ഒരു വണ്ടിക്കുണ്ടാവും. അപ്പോൾ അവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയില്ല എന്ന് വരുന്ന പ്രശ്നം എന്താ? ഈ വണ്ടിയെല്ലാം വഴി കിടക്കും. അപ്പം വഴി കിടക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഡീസലിൻ്റെ കാര്യം നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിനകത്തോട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു തെറ്റില്ലാത്ത ഒരു റവന്യൂ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും KSRTC പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും സർക്കാരിന് അല്ലെങ്കിൽ ആ വകുപ്പിന് കിട്ടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം സ്വാഭാവികമായിട്ടും ലാഭകരമല്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ട്രിപ്പുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നത്. ട്രിപ്പിൻ്റെ എണ്ണം കുറയ്ക്കുക, ബസ്സുകളുടെ എണ്ണം കുറയ്ക്കുക. ഈ സാഹചര്യം പിന്നെ ഒരു പക്ഷേ നേരിടേണ്ടി വരും. അപ്പം ഞാൻ ധവളപത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ധവളപത്രത്തിൽ അങ്ങനെ ഒരു നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് വനിതകൾക്ക് ഇത് കൊടുക്കാൻ കഴിയുക, സൗജന്യ യാത്ര കൊടുക്കാൻ കഴിയുക? വലിയ പാടായിരിക്കും. പിന്നെ ഇത് മൂലം ഉണ്ടാകുന്ന നഷ്ടം ഏകദേശം 120 കോടിയോളം രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും. ഈ പറയുന്ന ഈ ലോക്കൽ ബസ് പോകുന്ന ലിമിറ്റിൽ മാത്രമേ ഇവർക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ 1-2 ബസ്സുകൾ കയറണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബസ് ഓടിയെത്തുന്ന ടൈമിംഗ്, അതിലേക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഓടിയെത്തുന്ന സമയം, ഒരു 30 കിലോമീറ്ററിലേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ഓടിയെത്തുന്നത്, ഈ മൂന്ന് ടൈമിങ്ങുകളാണ്. അപ്പോൾ ഇവർക്ക് സ്പെൻഡ് ചെയ്യാൻ അത്ര സമയം ഉണ്ടാവണം. ഇപ്പോൾ അതായത് ഇപ്പം ഒരു ഫാസ്റ്റ് പാസഞ്ചറിലാണ് ടിക്കറ്റ് പൈസ കൊടുത്തിട്ട് ഒരു 25 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു വെച്ചോളൂ. ആ 25 കിലോമീറ്റർ അരമണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 35 മിനിറ്റ് കൊണ്ടോ ഓടിയെത്തുന്നു എന്ന് കരുതുക. ആ 35 മിനിറ്റിന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഷെഡ്യൂളും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടാതിരിക്കുന്ന ടൈമുണ്ട്. 8:30 ഇറങ്ങുന്ന 8:35 അല്ലെങ്കിൽ 8:45 ജോലിക്ക് പ്രവേശിക്കേണ്ട ഒരാൾ, അയാൾ തീർച്ചയായിട്ടും 8:15 ബസ്സിന് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അതേസമയം ഒരു പിന്നെ ലോക്കൽ ബസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പറ്റില്ല, 7:30 ഇറങ്ങണം. 7:30 ബസ്സിൽ കയറിയാലേ ഈ പറയുന്ന 8:45 ജോലി പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ സമയം 3/4 മണിക്കൂർ മുൻപേ ഇറങ്ങി വരേണ്ടി വരും. അപ്പൊ ഈ രീതിയിലുള്ള ടൈം ഷെഡ്യൂൾ വരെ മാറ്റേണ്ടി വരും. ഫാസ്റ്റ് പാസഞ്ചറിന്റെ സമയനഷ്ടം ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ ഈ വനിതകളെ ഇപ്പോൾ ഒരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ, അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. എല്ലാ 1,50,000 രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവർ KSRTC വേണമെന്നില്ല. അവർക്ക് 10,000-3,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു 2 വീലർ കിട്ടും. 15-20 കിലോമീറ്റർ അവർക്ക് 2 വീലർ യാത്ര ചെയ്യാം. പോയിട്ട് ഒരു കാറ് കിട്ടും. കാറ് മേടിക്കാനും അവർക്ക് പറ്റും. 50,000 ഒക്കെ മേടിക്കുന്ന ഒരു കാറിൽ യാത്ര ചെയ്യാം. അപ്പം ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈം വളരെ പ്രഷ്യസാണ്. കാര്യം ഈ സിറ്റി ലിമിറ്റിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട്ടു ജോലിക്കൊക്കെ പോകുന്ന ഒരു വീട്ടിൽ ഒരു ജോലിയായിരിക്കും, അടുത്ത് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപകാരപ്രദമാണ്. പക്ഷേ ഇവർക്ക് ഈ ലോങ് ഡിസ്റ്റൻസിലേക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രയാസകരമായ ഒന്നാണ്. സമയനഷ്ടം ഉണ്ടാവും. പിന്നെ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലേക്ക് ഇത് നീട്ടി കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം കിട്ടാൻ സാധ്യതയുള്ളൂ. ഇപ്പം പിന്നെ വിനോദയാത്രയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോകുന്നു, അതൊക്കെ കൊടുക്കാൻ പറ്റുമോ സൂപ്പർ ഫാസ്റ്റിലൊക്കെ? അങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ സ്ത്രീകൾക്ക് ഇതുകൊണ്ട്, സാധാരണക്കാരായ സ്ത്രീകൾക്കൊക്കെ പ്രയോജനമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ സാധാരണ സൂപ്പർ ഫാസ്റ്റിൽ കയറുമ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഇപ്പോൾ ഒരു 400 രൂപ അല്ലെങ്കിൽ 300 രൂപയാണ് ടിക്കറ്റ് ചാർജ് എങ്കിൽ അവരത് കൊടുത്തേ പറ്റൂ. അവരത് കൊടുത്ത് അവിടെ വരെ എത്തിപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്നത്. എന്നാൽ ഇത് ലോക്കൽ ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കും. ഇന്ന് പോവുകയാണെങ്കിൽ നാളെ അവർക്ക് എറണാകുളം എത്താൻ പറ്റൂ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ ഈ ലോക്കലിൽ കയറി പോയാൽ ഇവർക്ക് യാത്ര സൗജന്യം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ടൈം വ്യത്യാസം ഉണ്ടാവും. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് എടുത്തിട്ട് എറണാകുളം എത്താൻ ഒരു 5 മണിക്കൂർ അല്ലെ 6 മണിക്കൂറാണ് ടൈം എടുക്കുന്നതെങ്കിൽ ഒരു KSRTCയുടെ ലോക്കൽ ബസ്സുകളിൽ കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു നഷ്ടത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ധവളപത്രം അനുസരിച്ച് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വലിയൊരു നഷ്ടം KSRTCക്ക് വഹിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് വാസ്തവമായ കാര്യം.